നമസ്തേ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കൈവിഷദോഷത്തെക്കുറിച്ചാണ്. കൈവിഷദോഷം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ്. ഈ 22-ാം നൂറ്റാണ്ടിൽ കൈവിഷം എന്ന് പറയുന്നത് ആനമണ്ടത്തരമാണെന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും പലരും പറയാറുണ്ട്. ഈ കൈവിഷം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഒരു ടോക്സിനാണ്. ടോക്സിൻ എന്ന് വെച്ചാൽ വിഷം. ഈ വിഷം പലതരത്തിൽ നമ്മളുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നുണ്ട്. ഒന്നാണ് വിരുദ്ധാഹാരം. വിരുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം നെയ്യും തേനും തമ്മിൽ വിരുദ്ധാഹാരമാണ്. ഇത് തമ്മിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ കഴിച്ചാൽ അത് വിഷമാണ്. അടുത്തതാണ് തൈരും. മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ, ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ പാലും ഇറച്ചിയും. ഇങ്ങനെ പലതരത്തിലുള്ള വിരുദ്ധ ആഹാരങ്ങൾ നിലവിലുണ്ട്. ഈ വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് പലതരത്തിൽ രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും സ്കിൻ ഡിസീസായിട്ടും നമ്മൾക്ക് ഉണ്ടാകുന്നു. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഇനി മറ്റൊന്നാണ്, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ പരസ്പരം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സന്തോഷമില്ലാതെ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ലാതെ വഴക്കിട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ആ ഫുഡ് നമുക്ക് ടോക്സിനായിത്തീരുന്നു. നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മളുടെ ശരീരത്തിൽ പോസിറ്റീവാകുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾക്കൊരാൾ സന്തോഷമില്ലാതെ തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം നമ്മളുടെ ശരീരത്തിൽ ഹാനിയെ ഉണ്ടാക്കുന്നു, അതായത് ടോക്സിൻ ഉണ്ടാക്കുന്നു. പഴയ തലമുറയിലുള്ള ആൾക്കാർ പറയും, ഭക്ഷണം കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ വേണം കൊടുക്കാൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ്. ഉദാഹരണം, ഭാര്യയും ഭർത്താവും വഴക്കിട്ടിട്ട് ഭാര്യ ദേഷ്യത്തോടെ ഭർത്താവിന് കൊടുക്കുന്ന ഭക്ഷണം ഭർത്താവിന് ഒരിക്കലും സന്തോഷം നൽകുന്നില്ല. അയാളുടെ ഉള്ളിൽ ചെല്ലുന്ന ആ ഭക്ഷണം അയാൾക്ക് ടോക്സിനായി ക്രമേണ തീരുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി നമുക്ക് മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ അമിതവണ്ണം, അമിതമായ ചൂട്, ദേഷ്യം, ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് ശരീരത്തെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇത് തന്നെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഒരാളെ സ്വാധീനിക്കുന്നതിനോ ഒരാൾക്ക്, അതായത് കഴിക്കുന്ന ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാനി സംഭവിക്കുന്നതിനോ വേണ്ടി കൊടുക്കുന്ന ആൾ ചില അപൂർവം ഭക്ഷണത്തിൽ, ചില അപൂർവം കൂട്ടിൽ തന്ത്രമന്ത്രങ്ങളോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ആൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും എന്ന് ജ്യോതിശാസ്ത്രത്തിൽ കണ്ടെത്തുന്നു. അങ്ങനെ കവടി പ്രശ്നത്തിൽ കണ്ടെത്തുന്ന ഒരു ജ്യോതിഷൻ ഈ കൈവിഷത്തെ കളയാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലാദ്യത്തേതാണ് പഞ്ചകൃതം നെയ്യ്. അതായത് പശുവിൻ്റെ 5 ഘടകങ്ങൾ ചേർത്തുണ്ടാക്കിയ നെയ്യാണ്. അതായത് ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ്. ഇത് പ്രത്യേക ഒരളവിൽ ചേർത്ത് ഉണ്ടാക്കുന്നു ഈ നെയ്യ്. ഈ നെയ്യ് നമ്മുടെ ഉള്ളിൽ ചെന്ന വിഷത്തിൻ്റെ കടുപ്പമനുസരിച്ച് എത്ര ദിവസം വേണമെന്ന് അത് ജ്യോതിഷനാണ് പറയുക. ഈ മഹാപഞ്ചകൃതം നെയ്യ് നമ്മൾ ശിവക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്ത് നീലകണ്ഠ ത്രാക്ഷരിയും കൂടെ ഗരുഡ പഞ്ചാക്ഷരിയും ജപിച്ചിട്ട് നമ്മളത് വാങ്ങുക. അതിനുശേഷം നല്ലൊരു ദിവസം നോക്കി നമ്മൾ രാവിലെ വെറും വയറ്റിൽ രാവിലെ ഈ നെയ്യ് കഴിക്കുക. നെയ്യ് കഴിക്കുന്ന ദിവസങ്ങൾ നമ്മൾ നോൺ വെജ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എത്ര ദിവസം കഴിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻ്റെ കടുപ്പം അനുസരിച്ചിട്ടാണ് ജ്യോതിഷൻ പറയുക. രണ്ടാമത്തേതാണ് കൈവിഷ നിവാരണഹാരി ഗുളിക എന്നും പറഞ്ഞിട്ട് കോട്ടയ്ക്കലിൻ്റെ ഒക്കെ ഗുളികകൾ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ജ്യോതിഷം പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും കഴിക്കാം. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. മറ്റൊന്നാണ് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. വെറുതെ കുടിക്കാൻ പറ്റാത്തവർക്ക് പാലിൽ വേണമെങ്കിലും ചേർത്ത് കുടിക്കാവുന്നതാണ്. അതും ഈ പറഞ്ഞതുപോലെ ആ വിഷത്തിൻ്റെ കടുപ്പം അനുസരിച്ച് എത്ര ദിവസം വേണമെന്ന് ജ്യോതിഷനാണ് പറയുക. എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആരുടെയും ഉപദേശമില്ലാതെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണ് കൂവളത്തിൻ്റെ ഇല. അത് എന്നും രാവിലെ വെറും വയറ്റിൽ അതിൻ്റെ തളിര് പറിച്ചെടുക്കുക. ഒരു 3, 5, 7 ഈ കണക്കിൽ ഇല പറിച്ചെടുത്ത് അത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അത് എത്ര ദിവസം വേണേലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിനകത്ത് ഒരു ദൂഷ്യവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇനിയും കൂവളത്തില കിട്ടാത്തവരാണെങ്കിൽ
ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വില്വാദി ഗുളിക എന്ന് പറയുന്ന ഒരു ഗുളിക വാങ്ങിച്ച് നിങ്ങൾക്ക് ഈ 2 എണ്ണം വെച്ച് രാവിലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൈവശദോഷത്തിന് പരിഹാരമായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ യുക്തിക്കും അല്ലെങ്കിൽ ബുദ്ധിക്കും മനുഷ്യൻ്റെ കഴിവിനും അപ്പുറത്തോട്ട് കണ്ടെത്താനാവാത്ത ഒരുപാട് നിഗൂഢതകൾ ഇന്നും ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ നിറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള സത്യം ആരും മറക്കാതിരിക്കുക. നമസ്തേ.